പാലക്കാടിന്റെ പുതിയ ജില്ലാ കളക്ടറായി കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ കെ സുധീർ ചുമതലയേറ്റു. വ്യവസായ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം നേടിയ സുധീർ പാലക്കാടിന്റെ വ്യവസായ ഇടനാഴിക്ക് കരുത്തും വേഗതയും നൽകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് വ്യവസായ വികസന സംരംഭകർ. പാലക്കാട് ജില്ലാ കളക്ടറായി ചുമതലയേറ്റ സുധീറിനെ ADM, RDO, വിവിധ വകുപ്പ് മേധാവികൾ, കളക്ടറേറ്റ് സ്റ്റാഫ് പ്രതിനിധികൾ, യൂണിയൻ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. 2017 കേരള കേഡർ IAS ബാച്ചിൽ ഉൾപ്പെടുന്ന അദ്ദേഹം സംസ്ഥാന ഭരണരംഗത്ത് വിവിധ തലങ്ങളിൽ കാര്യക്ഷമമായ സേവനം കാഴ്ചവെച്ചിട്ടുള്ളയാളാണ്. വ്യവസായ നഗരം പദ്ധതി കാത്തിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ വ്യാവസായിക മേഖലയിലെ സാങ്കേതിക വിദഗ്ധൻ കളക്ടറായി ചുമതലയേൽക്കുന്നത് വലിയ പ്രതീക്ഷകളാണ് ഉണർത്തുന്നത്. ഈ ജില്ലയിൽ പൂർത്തീകരിക്കപ്പെടാത്ത മേജർ പദ്ധതികളുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക, ജനങ്ങളുടെ ആവശ്യത്തിന് അവരുടെ പ്രോബ്ലംസ് അത് സോൾവ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് ഫോക്കസ് മാലിന്യമായിരിക്കും. മാലിന്യത്തിൽ ഉള്ള കുറഞ്ഞ ഒരു പരിപാടി ഉണ്ടാവില്ല. മാലിന്യത്തിൽ ആയിരിക്കും ഊന്നൽ കൊടുക്കുക. വാല്യൂ എഡിഷൻ, വ്യവസായ പാലക്കാടാണ് വ്യവസായവൽക്കരണത്തിന് ഏറ്റവും അതിന് മുൻതൂക്കം കൊടുക്കുക. പിന്നെ ഇവിടുത്തെ കാതല ഇഷ്യൂസ് രണ്ടെണ്ണമുണ്ട്. ഞാൻ മനസ്സിലാക്കിയ 2 ഇഷ്യൂസാണ്. ഒന്ന് നമ്മുടെ പട്ടയത്തിൻ്റെ ഫാമേഴ്സിൻ്റെ ഇഷ്യൂ, പട്ടയ ഇഷ്യൂസ്. അതിലെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളതാണ്. പിന്നെ ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഇഷ്യൂസ് നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട്, ഞാനൊരു പുതിയ ആളായതുകൊണ്ട് ഇതിൽ ഏറ്റവും പ്രശ്നമുള്ള ഇഷ്യൂസ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ അന്നമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അത് നമുക്ക് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടി നമുക്കുണ്ടാകും. അതിന് ഫോക്കസ് കൊടുത്തേ പോകും. ഫാമേഴ്സിൻ്റെ ഇഷ്യൂസ് ഇതിനുള്ള ഈ സംഭവം ഫുഡ്, അത് നമ്മൾ ഒരു മേജർ പരിഗണന തന്നെ കൊടുക്കേണ്ടി വരും. അതുണ്ടാവും. മനസ്സിലാക്കിയതിന് 80% വർക്ക് പൂർത്തീകരിച്ചു ഇന്നലെ കേട്ടു. 1810 കൃഷി കഴിഞ്ഞു. അതൊരു മേജർ പ്രോസസ്സ് തന്നെയാണ്. അത് വ്യവസായ വകുപ്പായിട്ട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൽ ഊന്നലുണ്ട്. ഞാൻ എൻ്റെ 20 വർഷവും വ്യവസായത്തിൽ ഇരുന്നത് കൊണ്ട് തന്നെ ഊന്നൽ അതിലുണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. പണം മൾട്ടിപ്ലൈ ചെയ്യുന്നത് എപ്പോഴും വ്യവസായത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സിലായിരിക്കും. അതുകൊണ്ട് അതിന് ഊന്നൽ കൊടുക്കും, പ്രത്യേക ഊന്നൽ അതിനുണ്ടാവും. തിരുവനന്തപുരം സ്വദേശിയായ സുധീർ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്തിട്ടുണ്ട്. വ്യവസായ വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് സർക്കാർ സേവനം ആരംഭിച്ചത്. വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായി പ്രവർത്തിക്കുമ്പോഴാണ് IAS ലഭിക്കുന്നത്. തുടർന്ന് എൻട്രൻസ് കമ്മീഷണർ, സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടർ, ഹാൻഡ്ലൂം ഡയറക്ടർ എന്നീ ചുമതലകളും വഹിച്ചു. 2023 മുതൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണ് പ്രവർത്തിച്ചിരുന്നത്. നേരത്തെ വ്യവസായ വകുപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കളക്ടറായിരുന്ന മാധവിക്കുട്ടിയെ കോഴിക്കോട് കളക്ടറായി നിയമിച്ചതിനെ തുടർന്നാണ് സുധീർ പാലക്കാട് കളക്ടറായി നിയമിതനായത്. ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദുവാണ് ഭാര്യ. മീനാക്ഷി, മേഘ എന്നിവരാണ് മക്കൾ. UTV ന്യൂസ്, പാലക്കാട്.